തൊട്ടതെല്ലാം പിഴക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പ്രതീക്ഷയാവുകയാണ്. അതായത് വയനാട്ടിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് DCC ട്രഷറർ കൂടിയായിരുന്ന NM വിജയനും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നാരാണക്കല്ലെടുക്കുകയാണ്. സത്യത്തിൽ പാർട്ടിക്ക് വേണ്ടി സർവ്വതും നഷ്ടപ്പെടുത്തി അവസാനം ആത്മഹത്യയിൽ അഭയം പ്രാപിച്ച ഒരു മനുഷ്യന്റെ കഥ പറയുന്നത് കേട്ടെടുത്തോളം എല്ലാം ശരിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് നേർ രീതിയിൽ പരിഹരിക്കാതെ കുളമാക്കി നശിപ്പിക്കുന്നതും കോൺഗ്രസ് നേതൃത്വമാണ്. ഇപ്പോൾ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിൽ പ്രമുഖനായ ശ്രീ വിജയൻ സാമ്പത്തിക ബാധ്യത സ്വയം ഏറ്റെടുത്തുകൊണ്ട് നാട്ടിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ അടക്കം വിപുലീകരിക്കാൻ നോക്കി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രാദേശിക നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുന്നതല്ലാതെ KPCC ഒന്നും അറിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവസാന ഘട്ടത്തിലായിരിക്കും. പക്ഷെ ഈ ആത്മഹത്യാ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതി അങ്ങേയറ്റം അപലപനീയം തന്നെയാണിപ്പോൾ. വിജയന്റെ വിഷയത്തിൽ എല്ലാവരും നമ്മൾ തൂങ്ങുമെന്നും അത് പരിഹരിക്കാൻ വേണ്ടി താൻ വയനാട്ടിലെ നേതാക്കളോട് പറഞ്ഞുവെന്നുമാണ് KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും തൂങ്ങാനുള്ള ഒരു കയ്യിലിരിപ്പുണ്ടായിരുന്നു ഇതിൽ എന്നത് സത്യമാണപ്പോൾ. വിജയന്റെ കുടുംബത്തിന് അന്തവും കുന്തവുമില്ല എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുകയാണ് പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഭീഷണിയുടെ സ്വരമാണ് അവിടെ ഉപയോഗിച്ചത്. കുടുംബത്തോട് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ സംസ്ഥാന നേതാക്കൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ തെറ്റുകാരല്ലായിരിക്കാം, പക്ഷേ പാർട്ടിക്ക് വേണ്ടി നടത്തിയ ഒരു ത്യാഗത്തിൽ വിജയൻ പ്രാദേശികമായി കടബാധ്യസ്ഥനായിട്ടുണ്ടാകാം. അതിൽ MLA ഉൾപ്പെട്ടിട്ടുണ്ട്, DCC പ്രസിഡന്റിന്റെ പങ്കും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി അന്വേഷിക്കാൻ പോകുന്നത് പിണറായി വിജയന്റെ പോലീസാണ്. അബദ്ധം കാണിച്ചാൽ ഈ പറയുന്നവരെല്ലാം രാജിവെക്കേണ്ടി വരും, നാണക്കേടാകും. അതുകൊണ്ട് പക്വത കാണിക്കുക. അതിനിടയിൽ ഏക ആശ്വാസം എന്ന് പറയുന്നത് KPCC നിയോഗിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സമിതിയാണ്. തിരുവഞ്ചൂരിന്റെ നേതൃത്വമായതുകൊണ്ട് മാത്രമാണ് ഏക ആശ്വാസം. തിരുവഞ്ചൂരിനെ കൂടാതെ സത്യസന്ധയുടെ മുഖമായ പേരാവൂരിലെ സണ്ണി ജോസഫ് MLA, സമാനമായ TN പ്രതാപൻ മുൻ MP എന്നിവരാണ് ഉള്ളത്. ഒപ്പം 4ാമത്തെ അംഗമായി KPCCയുടെ ജനറൽ സെക്രട്ടറി K ജയന്തുമുണ്ട്. ആൾ അത്ര ഒറിജിനൽ അല്ലെങ്കിലും സുധാകരന്റെ ഒരു അറ്റാച്ച്ഡ് ആയതുകൊണ്ട് കൂടെ കൂട്ടുന്നതാണ്. എന്തായാലും കളിയൊന്നും തിരുവഞ്ചൂരിന്റെ അടുത്ത് നടക്കില്ല. വയനാട് DCC ട്രഷറർ വിജയന്റെ മരണത്തിൽ അന്വേഷണത്തിന് നിയോഗിച്ച KPCC സമിതി കൽപ്പറ്റയിൽ ഇന്ന് എത്തിയിരിക്കുന്നു. KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിനെത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി NM വിജയന്റെ ബന്ധുക്കളുമായി സമിതി അംഗങ്ങൾ സംസാരിക്കും. അതിനു പുറമെ DCC ഓഫീസിൽ നേതാക്കളുമായി സമിതി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയുമാണ്. വിജയന്റെ മരണത്തിൽ KPCC വലിയ തെറ്റൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി കിട്ടും എന്നുറപ്പാണ്. പുറത്തു വന്ന കത്ത് കൈകാര്യം ചെയ്യുന്നതിലും വളരെയധികം ശ്രദ്ധ വേണം. അവിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന നല്ല നേതാവിൽ കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്നത്. കാരണം കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകേണ്ടുന്ന വിഷയമായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂരിൽ മാടായിയിൽ നടന്നത്. MK രാഘവൻ MP വരെ റോഡിലിട്ട് കൈകാര്യം ചെയ്യുകയും ചെരുപ്പുമാല തൂക്കുകയും ചെയ്തു. വീട്ടിലേക്ക് മാർച്ച് നടത്തി. കണ്ണൂർ DCCയും KPCCയും കൈമലർത്തിയുന്ന ഒരു സമയത്താണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ എത്തുന്നത്. എല്ലാം പരിഹരിക്കണമെന്നും ഒരാളും പരസ്യമായി മിണ്ടരുതെന്നും പറഞ്ഞ് അദ്ദേഹം പ്രശ്നം പരിഹരിച്ചപ്പോൾ ഇന്ന് വരെ ഒരാളും മിണ്ടിയിട്ടില്ല. പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. വയനാട്ടിലും അത് തന്നെയാണ് പ്രതീക്ഷ. ചില പ്രശ്നങ്ങൾ കുടുംബവും കോൺഗ്രസും നേതൃത്വവും തമ്മിലുണ്ട്. അത് പരിഹരിച്ചില്ല എങ്കിൽ പല തലകളും ഉരുളും എന്നുറപ്പാണ്. പാർട്ടി നാണം കെടും. അത് പരിഹരിക്കാനാണ് ഒരു കഴിവുള്ളവൻ വരേണ്ടത്. അതാണ് തിരുവഞ്ചൂരും സംഘവും എത്തുമ്പോൾ പാർട്ടിക്ക് ഇത്രയും പ്രതീക്ഷ. പാർട്ടിക്ക് പലയിടത്തും വീഴ്ച പറ്റിയത് പല കാര്യങ്ങളിലും നിയമിക്കുന്ന അന്വേഷണ കമ്മീഷനെ കൊണ്ട് തന്നെയാണ്. ഇക്കാര്യം പറയുമ്പോൾ തന്നെ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. PM നിയാസ് എന്ന KPCC ജനറൽ സെക്രട്ടറി ഈ സമിതിയിൽ ഉണ്ടോ എന്നാണ്. പല സമിതിയിലും അംഗമായിട്ടുള്ള ആ വിദ്വാൻ പോയിട്ടുള്ള ഇടങ്ങളിൽ ഒന്നും തന്നെ പാർട്ടി ഇല്ല. ഇപ്പോൾ ഈ MK രാഘവന്റെ വിഷയത്തിൽ PM നിയാസ് സമിതി ചുമതല ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസുകാരെ എല്ലാം പുറത്താക്കി CPMകാരന് ജോലിയും നൽകി തിരിച്ചു വരുമായിരുന്നു എന്നാണ് അദ്ദേഹത്തെ അറിയുന്നവർ പറഞ്ഞത്.
ഇപ്പോൾ വയനാട്ടിലേക്ക് PM നിയാസിനെ അയച്ചിരുന്നുവെങ്കിൽ മരിച്ചയാളെ വരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമായിരുന്നു. ചേലക്കരയിൽ ചുമതല നൽകിയതോടെ കിട്ടേണ്ടുന്ന സീറ്റും ഇല്ലാതായി എന്നുള്ളത് മറ്റൊരു വർത്തമാനവുമുണ്ട്. അങ്ങനെയുള്ള അപകടകാരികൾക്ക് പകരം വളരെ തന്ത്രപരമായും സ്നേഹത്തോടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന തിരുവഞ്ചൂരിനെ പോലെയുള്ളവരെ സമിതി അംഗങ്ങളാക്കിയാൽ പാർട്ടി പരുക്കുകളില്ലാതെ രക്ഷപ്പെടും. അത് തന്നെയായിരിക്കും ഇന്ന് വയനാട്ടിലും നമ്മൾ കാണുക. പാർട്ടി വലിയ തെറ്റിതുവരെ ചെയ്തിട്ടില്ല എങ്കിലും ഇപ്പോഴത്തെ വാക്കുകൾ കൊണ്ട് പിഴവുകൾ സംഭവിക്കാം. അവിടെയാണ് തിരുവഞ്ചൂരിന്റെ സാന്നിധ്യവും വിജയവും പാർട്ടി എടുത്തു കാണുന്നത്.